ഫീഡ് എടുത്ത മൊത്തം നമ്മുടെ കല്യാണിന്റെ സോങ് ആയപ്പോ ജസ്റ്റ് എന്നാ പിന്നെ ഒന്ന് കളിക്കാം, എപ്പോഴും കളിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചു പോയതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ സ്പേസ് കുറവാണ്, പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് ഞാൻ കളിക്കും. എനിക്കിത് ചെയ്തിട്ട് എന്താ കിട്ടണേ, എനിക്ക് വേറെ പണിക്ക് പോക്കൂടെ എന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് ഇൻസൾട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഫാമിലിയിൽ നിന്നായാലും അല്ലാതെ ആയാലും. കരയില്ല, കരയില്ലേ? എല്ലാവർക്കും പ്രശ്നം നൈറ്റി, ബാക്ക്ഗ്രൗണ്ട്, അടുക്കള, പിന്നെ പാവങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കിയിരുന്നു. മെയിനായിട്ട് എൻ്റെ നൈറ്റീനെ ആയിരിക്കും പറയാം. എല്ലാ ദിവസവും ഇങ്ങനെ റീൽസിന് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ മാറുക, ബാക്ക്ഗ്രൗണ്ട് മാറുക എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ എന്താണ്, ഒരുപാട് റീച്ച് ആയപ്പോൾ ഇതുവരെ കണ്ട് സംസാരിക്കാത്ത ആൾക്കാർ, അന്വേഷിക്കാത്ത ആൾക്കാർ ഇപ്പോൾ വന്നിട്ട് എന്തോ ഓരോ പൈസ കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രോപ്പറായിട്ടൊരു ഡാൻസ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. കളിക്കാൻ ഒരിഷ്ടമാണ്, അത് അവർ കളിക്കുന്ന കാണുമ്പോൾ അതുപോലെ നോക്കി പഠിച്ചിട്ട് കളിക്കും. സ്റ്റേജിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള. കോളേജ്, ഞാൻ പറഞ്ഞില്ല, കോളേജ്, സ്കൂള് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. വലിയൊരു ഓഡിയൻസിന്റെ മുന്നിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വിനീഷ് ചേട്ടൻ നമ്മുടെ ടീമേ വിളിക്കില്ല, ആളൊക്കെ കമന്റ് ഇടണവന് എനിക്ക് വയ്യ. ഇതിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഒന്ന് കമന്റ് ചെയ്യുന്നത്. സന്തോഷം കൊണ്ട് എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഹാപ്പിയായി. അതെ, നമ്മൾ എങ്ങനെ എത്രയൊക്കെ തിരക്കിലുള്ള ആൾക്കാരാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇത്തിരി ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അത് ലൈഫിൽ വലിയൊരു ആശ്വാസമായിരിക്കും. ഇന്ന് ലെറ്റ്സ് ടോക്ക് മലയാളത്തിലുള്ള അതിഥി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മളിപ്പോൾ ഇൻസ്റ്റ തുറന്നാൽ മുഴുവൻ നിലു ചേച്ചിയാണ്. നമ്മുടെ കല്യാണി പാട്ടിന് ചുവട് വെച്ച് വൈറലായിട്ടുള്ള നിലു ചേച്ചിനെ തേടിയാണ് ഇന്ന് ലെറ്റ്സ് ടോക്ക് മലയാളം എത്തിയിട്ടുള്ളത്. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. എൻ്റെ പേര് നീലു എന്നല്ല, എൻ്റെ മക്കളുടെ പേരാണ് നീലു. പിന്നെ രണ്ടാമത്തെ ആളുടെ പേര് വാമി. ഞാൻ ഇൻസ്റ്റയിലും എല്ലായിടത്തും ഇങ്ങനെ നീലു വാമി വിചാരിച്ചു. മക്കളുടെ പേരാണ് നീലു വാമിന്ന്. അപ്പൊ എന്റെ പേര് അഞ്ജു എന്നാണ്. അഞ്ജു എന്നാണ് പേര്. ഓക്കെ, ചേച്ചിയുടെ പേര് അഞ്ജു എന്നാണ്. എല്ലായിടത്തും നീലു വാമി കണ്ടേക്കുന്നുണ്ടേ. എല്ലാവരും അതാ വിളിക്കണം ഇപ്പൊ എന്നെ, നീലു നീലു ലേബലായില്ലേ. ഇപ്പൊ ചേച്ചി ഇന്ന് വീഡിയോ ഒക്കെ ഇട്ടല്ലോ, അപ്പൊ പ്രത്യേകിച്ച് ആ കല്യാണി എന്ന് പറഞ്ഞ പാട്ട് സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? എനിക്കത് കണ്ടപ്പോ സാനിയ ഇപ്പം കളിക്കുന്നു കണ്ടപ്പോ നല്ലൊരു ഇഷ്ടമായി. പാട്ട് ഒന്നാമത് ട്രെൻഡിങ്ങിലാണ്, കളിക്കുന്നു കൂടി കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ചെയ്ത് നോക്കിയതാണ്. എങ്ങനെ അങ്ങോട്ട് റീച്ച് ആവുന്നൊന്നും വിചാരിച്ചില്ല. എന്താ വെച്ചാൽ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ഈ 3-4 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് കളിച്ചുകൊണ്ട് വരുന്നത്. പക്ഷെ ഇതങ്ങനെ ക്ലിക്ക് ആവുന്ന ഒട്ടും. എപ്പോഴും ട്രെൻഡിങ് ഓഡിയോസ് ചെയ്യാറുണ്ടോ? റീൽസ് ട്രെൻഡിങ് ചെയ്യും, അല്ലാത്തതും ചെയ്യും. അതിപ്പോ ഇത് ഫീഡ് എടുത്ത മൊത്തം നമ്മുടെ കല്യാണിന്റെ സോങ് ആയപ്പോ ജസ്റ്റ് എന്നാ പിന്നെ ഒന്ന് കളിക്കാം, എപ്പോഴും കളിക്കണതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളിച്ചു പോയതാണ്. യൂഷ്വലായിട്ട് എപ്പോഴും ചെയ്യണ പോലെ. സാനിയ കമന്റ് ഇടുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ചിലർ പറയുന്നുണ്ട് സാനിയ കാണുമെന്നൊക്കെ കമന്റ് ഒക്കെ വെക്കുന്നത്. ഞാനെപ്പോഴും അവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അല്ലേ, അവരൊന്നും കാണാൻ സ്കോപ്പ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി. എൻ്റെ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരാൾ ഒന്ന് കമന്റ് ചെയ്യുന്നത്. ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് ആ ഡാൻസ് കളിച്ച ഒരാള് വന്നിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പം അത് കണ്ടപ്പോ തന്നെ എൻ്റെ അമ്മയെ കിളി പോയി. പിന്നെ മധു സാറ് വന്നിട്ട്, മധു സാർ നല്ല പേര്, സാറ് വന്നിട്ട് കമന്റ് ഇട്ടു. അവർക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. ഞാനൊക്കെ അവന്റെ റീൽസിലൊക്കെ കണ്ട് ആസ്വദിച്ച് കാണാം. ഇവര് ഇത്രയും പേര്, എന്തോരം പേരാന്നറിയാം, എനിക്ക് ഓരോരുത്തരും പേരെടുക്കാനായിട്ട് അറിയില്ല. ഒരുപാട് അവരിനൊക്കെ കമന്റ്സ് ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എന്താ പറയാ, സന്തോഷം കൊണ്ട് എനിക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഹാപ്പിയായി. പിന്നെ വിനീഷ് ചേട്ടൻ നമ്മുടെ ടീമേ വിളിക്കില്ല, ആളൊക്കെ കമന്റ് ഇടണവന് എനിക്ക് വയ്യ, അത് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, എങ്ങനെ പറയേണ്ടത് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് എന്റെ ഏട്ടനെ കൊണ്ട് തന്നെയാണ്, ആളോടെ കൊണ്ട് തന്നെയാണ് അവരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്തു പറഞ്ഞപ്പോൾ ആൾക്ക് ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചാല് ലൈഫിൽ ഇത്രയും നാള് ചെയ്തിട്ട് ഇപ്പോഴല്ലേ ഇവനൊക്കെ ഒരു സപ്പോർട്ട് കുറച്ച് പേര് അറിയുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഒരുപാട് സന്തോഷമായി. ഇത് എത്രാമത്തെ വീഡിയോ ആയി ചെയ്യുന്നത്? ഇത് സംതിങ് ഒരു 600 സംതിങ് വീഡിയോ ആയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല, 3-4 വർഷമായി ഞാൻ ചെയ്യുന്നു. 4 വർഷമായി ഞാൻ ചെയ്യുന്നു. അപ്പൊ ഇതിന് മുന്നും 1 മില്യൺ ഒക്കെ കേറിയിട്ടുണ്ടെങ്കിലും ഈ കല്യാണിയാണ് ഇത്രയും അധികം റീച്ച് ആയിട്ട് പോയത്. ഒരു 8 മില്യണിലൊക്കെ പോയതൊക്കെ കല്യാണി സോങ് ആണ്. ഇതിനു മുമ്പ് ഇങ്ങനെ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുമായിരുന്നു. ഇതിനു മുന്നേ കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ട്, അതേപോലെ തന്നെ
റിയാക്ഷൻ വീഡിയോ ഒക്കെ ആയിട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയണേ, എല്ലാവരോടും ഒരു സ്പെഷ്യൽ താങ്ക് യു പറയണം. എന്താ വെച്ചാൽ നമ്മളെപ്പോലെ ഒരാൾ ഞാൻ ചിന്തിക്കും ഇങ്ങനെ കളിച്ചാൽ, ആദ്യമൊക്കെ അങ്ങനെ ചിന്തിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ കളിച്ച ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ, അത്രയും നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഡെസ്പായാലും എൻ്റെ ഏട്ടൻ പറയും അതിനൊന്നും നീ നോക്കണ്ട. അതെ, ആള് ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇതിൽ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് പോകാൻ കാര്യം ആളും കൂടിയിട്ടാണ്. ഒന്ന് ഡൗൺ ആയാലും ആള് പറയും നീ അതൊന്നും നോക്കണം, നിനക്ക് കളിക്കണം എന്നല്ലേ ഉള്ളൂ, നീ കളിക്കുക, ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് എന്താണോ ഉള്ളത് അത് വെച്ച് കളിക്കുക, അതിലൊരു സന്തോഷം. എല്ലാത്തിനും കട്ടയ്ക്ക് സപ്പോർട്ട് തീർച്ചയായിട്ടും. ഫാമിലിയിലെ ആളാണ്. എല്ലാവരും പല നെഗറ്റീവ്സ് ഒക്കെ പറയുമ്പോഴും നിന്റെ സന്തോഷമല്ലേ, നമ്മൾ ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ല. അതേപോലെ അവരൊക്കെ പറയണ പോലെ ഇവിടെ നിന്നിട്ട് കളിക്കണോ, ഈ അടുക്കളയിൽ നിന്ന് കളിക്കണോ, അങ്ങനെയൊക്കെ കുറേ ഇൻസൾട്ടായിട്ട് കുറേ പേര് പോസിറ്റീവായിട്ട് ഇടാം, അവിടെ നിന്ന് മാറി കളിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുന്നവരുണ്ട്, അതിനെ കളിയാക്കി സംസാരിക്കുന്നവരുണ്ട്, നേരിട്ടായാലും അല്ലാതെ ആയാലൊക്കെ ഒരുപാട് നെഗറ്റീവ്. മെയിനായിട്ട് എൻ്റെ നെയ്റ്റീനെ ആയിരിക്കും പറയാം. അതെ, നെയ്റ്റിയിലാണ് കുറേ പേര് നീ നെയ്റ്റ് ഇടും. ഞാൻ എന്നിട്ട് ആലോചിക്കും നെയ്റ്റിക്ക് ഇത്രയധികം കംഫർട്ടബിൾ ആയ ഡ്രസ്സല്ലേ, ഇതിന് ഇത്രയും മോശമാണോ എന്ന് ഞാൻ ചിന്തിക്കും. പിന്നെ അവർ പറയണ പോലെ എല്ലാ ദിവസവും ഇങ്ങനെ റീൽസിന് വേണ്ടിയിട്ട് ഡ്രസ്സുകൾ മാറുക, ബാക്ക്ഗ്രൗണ്ട് മാറുക എന്നൊക്കെ പറയണത് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എനിക്ക് വേണ്ട ഡ്രസ്സോ നല്ല ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അല്ല, കളിക്കാൻ ഒരിഷ്ടമാണ്. അത് അവർ കളിക്കുന്ന കാണുമ്പോൾ അതുപോലെ നോക്കി പഠിച്ചിട്ട് കളിക്കണം. അതിൽ കുറേ പേര് പോസിറ്റീവ്, നെഗറ്റീവ് നമ്മൾ നോക്കണ്ടല്ലോ, ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നുണ്ട്, അതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് പിന്നെ അത് ചെയ്യാനായിട്ടൊരു ഇൻസ്പിറേഷനാണ്. നെഗറ്റീവ് പറയുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാനുള്ളത്? അവർ പറയുന്നവരോട് എനിക്ക് എന്താ പറയുക, പ്രത്യേകിച്ചിട്ട് അവർ നെഗറ്റീവ് നമ്മളത് തിരുത്താൻ പോയിട്ട് കാര്യമില്ല, അവർക്ക് ആ ഒരു ചിന്താഗതി ഉള്ളവരാണ് നെഗറ്റീവ്. അവർ നമ്മൾ എത്ര പോസിറ്റീവായിട്ട് ചെയ്താലും അവരത് ഉൾക്കൊള്ളില്ല. അപ്പം അങ്ങനെയുള്ളവരെ മാറ്റാൻ നോക്കാൻ നിന്നാൽ നമ്മുടെ ടൈമാണ് വേസ്റ്റ്. ഞാൻ നെഗറ്റീവ് പറയുന്നവരുടെ എൻ്റെ ടൈം ഞാൻ അവർക്ക് വേണ്ടി കളയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പോസിറ്റീവായി നിൽക്കുന്നവരുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഏട്ടനുണ്ട്, നമ്മളാ നല്ലൊരു ടൈം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പ്രശ്നം നൈറ്റിയും ബാക്ക്ഗ്രൗണ്ടും ആണ്. അതെ, എല്ലാവർക്കും പ്രശ്നം നൈറ്റ്, ബാക്ക്ഗ്രൗണ്ട്, അടുക്കള, പിന്നെ പാവങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ കളിയാക്കി ഒരുപാട് പേര്. എന്ന് വെച്ചാല് എനിക്കൊന്ന് നല്ല ഒരു വൃത്തിയുള്ള സ്ഥലത്ത് നിന്ന് കളിച്ചൂടെ, ഒന്ന് ഒരുങ്ങിയിട്ട് കളിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവര് കൂടുതലും. ആദ്യമൊക്കെ എനിക്ക് വിഷമവും, ചെയ്യണോന്നൊക്കെ ആലോചിക്കും. ഞാൻ പറഞ്ഞില്ല, അപ്പൊ ഞാൻ അങ്ങനെ ഏട്ടനോട് പറയുമ്പോൾ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഒരുപാട് നെഗറ്റീവ് നമ്മൾ കേൾക്കേണ്ട വരും. അപ്പൊ അതൊക്കെ നമ്മൾ എല്ലാവരും തൃപ്തിപ്പെടുത്തി സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമുക്ക് എന്താണോ നല്ലത്, മറ്റൊരാളെ ഉപദ്രവിക്കാണ്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് നമ്മുടെ സന്തോഷം കണ്ടെത്തിയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഞാൻ അങ്ങനെ പോസിറ്റീവ് ആയിട്ടാണ്, അല്ലാതെ നെഗറ്റീവില് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുന്നോട്ടൊരു യാത്ര ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ മുന്നോട്ട് പോവുക, പോസിറ്റീവായിട്ട് കാര്യങ്ങൾ എടുക്കാൻ മുന്നോട്ട് പോവുക. ഒത്തിരി പോസിറ്റീവ് കമന്റ്സ് ഒരുപാട് പേര് ഇപ്പൊ തന്നെ നമ്മൾ ഇപ്പൊ കല്യാണി ട്രെൻഡിങ് ആയാലും ആയിട്ടും അതിന് മുന്നും ഒരുപാട് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നു. മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് കുറേ പേര് മെസ്സേജ് അയക്കും കേട്ടോ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. നിങ്ങൾ ഞങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആണ് എന്ന് പറയുമ്പോൾ ഒരുപാട് മക്കള് നേരിട്ട് കാണുമ്പോൾ, ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ഒരു ഇവന്റിന് പോയിരുന്നെങ്കിൽ ഒരുപാട് പേരൊന്നുമില്ല, പക്ഷെ 1-2 പേരെങ്കിലും നമ്മളെ കണ്ട് തിരിച്ചറിയും. അവർ ഓടി വന്നിട്ട് നീലുവാമിയല്ലേ ചോദിക്കും, ഇതിൽ പല നമുക്കെന്നൊരു സന്തോഷം വേണ്ടേ, ഇവിടെ ഒന്ന് ചെയ്തിട്ട് 1-2 പേര് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുന്നില്ലേ. അപ്പൊ അതിലൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഏറ്റവും കൂടുതൽ ഇപ്പം ആളുകള് ചേച്ചി ഡാൻസ് റീൽസ് തന്നെയാണോ ചെയ്തിട്ടുള്ളത്? അതെ, ഡാൻസ് റീൽസ് ആണ് കൂടുതലും. പിന്നെ ചെറിയൊരു വ്ളോഗിങ് കാര്യങ്ങളായിട്ടും ചെയ്യാറുണ്ട്, വീട്ടിൽ തന്നെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയും. ഒരു ഡെയിലി ഒരു മോർണിംഗ് റൊട്ടീൻ പോലെയോ അങ്ങനെയൊക്കെ. എന്നാലും കൂടുതൽ ഞാൻ ഡാൻസ് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഡാൻസ് ചെയ്യുന്നത് ഇപ്പം ഒറ്റയ്ക്കാണോ വീഡിയോ എടുക്കാറ്, അല്ലെങ്കിൽ ആരെങ്കിലും എടുത്ത് തരുവാണോ ചെയ്യാറ്? ആരുമില്ല, മക്കൾ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് ജോലിക്ക് പോകും, ഞാൻ തന്നെയാണുള്ളത്. വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫോൺ എവിടെയെങ്കിലൊക്കെ വെക്കും. ഇതാണല്ലോ മെയിൻ സ്ഥലം. ഇത് എന്റെ വീടിന്റെ അടുക്കള അങ്ങോട്ടേക്ക് പോണത് കഴിഞ്ഞു. അപ്പൊ അവിടെയാണ് ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് കളിക്കുക. ഞാൻ കൂടുതൽ ഈ ബാക്ക്ഗ്രൗണ്ടും മറ്റു ബാക്ക്ഗ്രൗണ്ടും നോക്കി, പക്ഷെ കണ്ടില്ല. അത് ബാക്കിലാണ്, അവിടെയാണ് എന്നിട്ട് കളിക്കുക. അപ്പൊ നമ്മുടെ ചേച്ചി ഡാൻസ് കളിക്കാറുള്ള ആ സ്പോട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ഇവിടെ നിന്നാണോ എടുക്കാറ്? ഇവിടെ വന്നിട്ട് എടുക്കും, അടുക്കളന്റെ ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് എടുക്കും. ഇവിടെ വന്നിട്ടാണ് കല്യാണം എടുത്ത്, ഇവിടെ വന്നിട്ടാണ്. അപ്പൊ ക്യാമറ ഇവിടെ വെക്കുക? ക്യാമറ ഫ്രണ്ടില് വെക്കും, ആ റിംഗ് ലൈറ്റില്. ഇവിടെ റിംഗ് ലൈറ്റ് വെച്ചിട്ട് അവിടെ എടുക്കും. ഇവിടെ വന്നിട്ട് എടുക്കും, ഇവിടെ വന്നിട്ട് എടുക്കും, ഇവിടെ വന്നിട്ട് എടുക്കും. അപ്പൊ ക്യാമറ ഇവിടെ വെക്കും.
ക്യാമറ ഫ്രണ്ടിൽ ഞാൻ എവിടെയാ നിൽക്കണത് അതിന് നേരെ ഓപ്പോസിറ്റ് ക്യാമറ വയ്ക്കും. പിന്നെ ഇവിടെ വന്നിട്ട് വയ്ക്കും, ഇവിടെ നിന്ന് കളിക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ കളിക്കാൻ സ്പേസ് കുറവാണ്, പക്ഷെ ഉള്ളതിൽ വെച്ചിട്ട് ഞാൻ കളിക്കും. ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് ആളുകൾക്ക് പ്രശ്നം. ഈ ബാത്റൂമിന്റെ ഫ്രണ്ടില്, അടുക്കളേന്റെ ഫ്രണ്ടില്, ഇതിനൊക്കെ ചൊല്ലിയിട്ടൊക്കെ തന്നെ പറയാ കൂടുതലും. അടുക്കളയിൽ നിന്ന് മാറി കളിച്ചൂടെ എന്നൊക്കെ പറയണത് ഇവിടെ നിന്ന് കളിക്കുമ്പോഴാണ്. നമുക്ക് വേറെ നിൽക്കുന്ന സ്ഥലം, നമുക്ക് ഇതാണ് ഞങ്ങൾക്കുള്ള സ്ഥലത്തിലല്ലേ നമുക്കൊന്ന് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ വേറൊരു സ്ഥലത്ത് പോയാ അതിനൊന്നും താല്പര്യമില്ല. നമുക്ക് നമ്മുടെ വീട്, നമുക്കുള്ള സ്ഥലത്ത് നിന്നിട്ട് നമ്മൾ കളിക്കുക, അത്രേ ഉള്ളൂ. അതുപോലെ ഈ 3 ആണ് പ്രധാനപ്പെട്ട. മെയിനായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ടാണ് കളിക്കുക. എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്ത് ഇവിടെ അങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കും, അപ്പൊ മാത്രം ഫ്രണ്ടിൽ പോയി നിന്നിട്ട് കളിക്കും. ഇത് കുറച്ചും കൂടി ഇപ്പൊ ഒതുക്കുണ്ടല്ലോ, ഫ്രണ്ടിൽ നിന്ന് കളിക്കുമ്പോ ആളുകളൊക്കെ കാണും ഇവിടെ. ആദ്യമൊക്കെ എനിക്ക് ചമ്മലുണ്ടായിരുന്നു, പിന്നെ ഞാനത് ആൾക്കാർ ശ്രദ്ധിക്കണം നോക്കണം ഒന്നും മെയിൻ ചെയ്യാറില്ല. എന്താ വെച്ചാൽ അവര് നോക്കിയിട്ട് അവര് പോകും. കളിക്കേണ്ടതും സമയം, ഞാൻ പറഞ്ഞ പോലെ സമയം, അപ്പോൾ വേഗം ചെയ്യാനുള്ളതെന്നാണ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. നോക്കണമൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് പറ്റില്ല. അപ്പം നമ്മൾ വേഗം അവിടെ ക്യാമറ കൊണ്ടുപോയി ഫോൺ കൊണ്ടുപോയി വെച്ചിട്ട് അവിടെ നിന്ന് ചെയ്യുക, അത്രയേ ഉള്ളൂ. വേഗം 3ലും അപ്ലോഡ് ചെയ്യുക ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യം. ഏറ്റവും പ്രധാനം അതാണ്. അപ്പൊ ആര് നോക്കണമെന്ന് ശ്രദ്ധിക്കാറില്ല. ബാക്കിയൊന്നും നമ്മള് മെയിൻ ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ മെയിൻ ചെയ്ത് അതൊക്കെ നോക്കിയിട്ട് കളിക്കാൻ നിന്നാലൊന്നും എനിക്ക് കളിക്കാനായിട്ട് പറ്റില്ല, അത്രേ ഉള്ളൂ. വീടിന്റെ ഉള്ളിൽ നിന്ന് കളിക്കാറുണ്ട്? വീടിന്റെ ഉള്ളിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു 3-4 വർഷം മുന്നായിട്ട് ഞാൻ ഉള്ളിൽ വെച്ച് നിന്ന് കളിച്ചു, 1-2 കളിച്ചു. പക്ഷെ തീരെ ക്ലാരിറ്റി ഇല്ല, ഒട്ടും രസമില്ല എന്ന് പറഞ്ഞതാണ്. കുഞ്ഞ സ്പേസ്, എൻ്റെ റൂമെന്ന് പറഞ്ഞാൽ കട്ടില് അലമാരിയും വെച്ചാൽ പിന്നെ എനിക്ക് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് നീങ്ങാനേ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ അടുക്കളയ്ക്കാക്കി. ഇവിടെ പിന്നെ കുഴപ്പമില്ല, കംഫർട്ടബിൾ ആണ് എനിക്ക് കളിക്കാൻ, എനിക്കിവിടെ ഓക്കെയാണ്. പിന്നെ ഇവിടെ തന്നെ ആക്കി. കാണുന്ന ആൾക്കാർക്കാണ് പ്രശ്നം. അത് പിന്നെ കുറെ പേരൊക്കെ നൈറ്റ് നമുക്ക് പോസിറ്റീവായിട്ട് കുറെ പേര് പറയുന്നുണ്ടല്ലോ, ഉള്ള സ്ഥലത്ത് നിന്നിട്ട് ഈ കുട്ടി കളിക്കുന്നുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഒക്കെ വരുമ്പോൾ ഒരു സന്തോഷവും. ആ കുട്ടിക്ക് എന്താണോ ഉള്ളത് അതാണ് ജെന്യുവനായിട്ട്, അങ്ങനെയാണ് ഒരു നാടൻ രീതിയിൽ എന്ന് പറയുമ്പോൾ നമ്മളത് ചിന്തിച്ചിട്ടല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പറ്റണ പോലെ ചെയ്യാന്നുള്ളതാണ്. എനിക്ക് കളിക്കാൻ ഇവിടെയാണ്. അതെ ഞാൻ ഇവിടെ നിന്ന് കളിക്കാൻ ഞാൻ ഓക്കെയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അതില് ഹാപ്പിയാണ്. ഇവിടെ ആണെങ്കിൽ എവിടെ ഫോൺ വെക്കുക? അപ്പൊ ഞാൻ ഇപ്പൊ കുറെ നാള് ഈ കസേര വെക്കും, സ്റ്റൂള് വെക്കും, അല്ലെങ്കിൽ സ്റ്റെപ്പിന്റെ ആ ഭാഗത്തായിട്ട്. ഇപ്പൊ ഞാൻ ഒരു വർഷം ഒരു റിംഗ് ലൈറ്റ് വാങ്ങിച്ചായിരുന്നു. എനിക്കറിയില്ല, ആദ്യം മറ്റേ സ്റ്റാൻഡ് അല്ലേ മേടിക്കണ്ടായിരുന്നു, ട്രൈപോഡ്. എനിക്കത് അറിയില്ലായിരുന്നു. ഞാനിപ്പോ നമുക്ക് ഉള്ളിലൊക്കെ നിന്ന് കളിക്കാം, വെളിക്കൊക്കെ വരാൻ ആദ്യം ചമ്മലായപ്പോ ഞാൻ വിചാരിച്ചു ഉള്ളിലേക്ക് ഒന്ന് മേടിക്കാം. അപ്പൊ റിംഗ് ലൈറ്റ് ആണെങ്കിൽ ഫോണില് ക്ലാരിറ്റി ഇല്ല. അപ്പൊ അങ്ങനെ വെച്ചപ്പോ അതുകൊണ്ട് സെറ്റ് ആയില്ല. പക്ഷെ നമുക്കൊന്ന് വാങ്ങിക്കൽ നടക്കില്ല എന്ന് കണ്ടപ്പോ അതന്നെ വെച്ചിട്ടാണ് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്ത് പോകുന്നത്. റിംഗ് ലൈറ്റ് ആണ് യൂസ് ചെയ്ത് വെച്ചിട്ട് പോകുന്നത്. ട്രൈപോഡ് ഇല്ല, വാങ്ങിച്ചിട്ടില്ല. ട്രൈപോഡ് അല്ലേ ആദ്യം വാങ്ങിക്കട്ടെ. ആദ്യം എനിക്കറിയില്ലായിരുന്നു. എനിക്ക് മേടിച്ച ഫോൺ ഒന്നാമത് ക്ലാരിറ്റി ഇല്ല, ഒട്ടും ക്ലാരിറ്റി ഇല്ല. അപ്പൊ എല്ലാവരും കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ വീഡിയോ ചെയ്യാനൊക്കെ ആദ്യം ആവശ്യപ്പെടും. അപ്പൊ എൻ്റെ ഫോൺ വാങ്ങിക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഏട്ടൻ റിംഗ് ലൈറ്റ് ആണ് മേടിക്കേണ്ടത്, അപ്പൊ നല്ല വെളിച്ചമൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് ഏട്ടൻ മേടിച്ചു തന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് റിംഗ് ലൈറ്റ് അല്ലായിരുന്നു വേണ്ടിയെന്ന്. പക്ഷെ കുഴപ്പമില്ല, ഇന്നും അതിൽ പോണു, കുഴപ്പമില്ല. അതിൽ തന്നെ എടുത്തിട്ട് പോകും. വീട്ടിൽ ആരൊക്കെയുണ്ട്? നമ്മൾ കുറെ വിശേഷമൊക്കെ അറിഞ്ഞു, പക്ഷെ വീട്ടുകാരും ചോദിക്കാൻ മറന്നുപോയി. വീട്ടില് ഹസ്ബൻഡ്, എനിക്ക് നീലു, വാമി, 2 മക്കള്, ഹസ്ബൻഡിന്റെ അപ്പനും അമ്മയും, ഇത്ര പേരാണ്. സന്തുഷ്ട കുടുംബം. അടിപൊളിയായിട്ട് പോകണം, കുഴപ്പമില്ല. ചേട്ടൻ എന്താ ചെയ്യണേ? ആൾക്ക് സ്വർണ്ണപ്പണിയാണ്. പിന്നെ മക്കള് നീലു എന്നല്ല, അൻവിക വാമിക എന്നാണ്. അൻവിക സ്കൂൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാമിക അവളോട് കൂടെ തന്നെ ഉണ്ട് LKG. രണ്ടുപേരും ഒരേ സ്കൂളിലാണ്. പിള്ളേർക്കൊക്കെ എങ്ങനെയാ ഡാൻസ് കളിക്കാൻ? ഒരുപാട് ഇഷ്ടമാണ്. അവരൊരു ഞാൻ വിളിക്കും അവരിനെ, അപ്പൊ അവർക്കൊരു മൂഡ് ഉണ്ടാവില്ല. മൂടുള്ള സമയത്ത് വരുമ്പോഴായിരിക്കും ഈ ചാടുന്നത്, കളിക്കുന്നത്. ചെറിയ കുട്ടീനെ ഞാൻ 2-3 വീഡിയോ. അതെ അവളായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് വന്നാലേ കളിക്കുള്ളൂ. നമ്മളായിട്ട് നിർബന്ധിച്ചിട്ട് വന്ന് കളിക്കാൻ പറഞ്ഞാൽ അവള് കളിക്കില്ല. അപ്പൊ മിക്കവാറും ഞാൻ ക്യാമറ ഓണാക്കി ഞാൻ കളിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും അവള് നിന്നിട്ട് കളിക്കുക. ഇപ്പൊ ഒരു വീഡിയോ 2 മില്യൺ കഴിഞ്ഞായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചേച്ചിന്റെ ഡാൻസ് കാണുമ്പോൾ ഇപ്പോഴും ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ചേച്ചി ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡാൻസ് പഠിച്ചില്ല. അങ്ങനെ പ്രോപ്പറായിട്ടൊരു ഡാൻസ് ക്ലാസ്സിൽ ഞാൻ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് വീഡിയോസ് കാണുമ്പോൾ അത് നോക്കിയിട്ട് സ്റ്റെപ്പൊക്കെ നോക്കി പഠിച്ചിട്ട് അതുപോലെ ചെയ്യും. അങ്ങനെയാണ്. ഇല്ല, ഞാൻ പ്രോപ്പറായിട്ട് കുഞ്ഞിലെ ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വീടിന് അടുത്തുള്ള ഒരു ചെറിയൊരു റൂമില്
അവിടെ കുറച്ച് പേര് വന്നിട്ട് നമുക്ക് ക്ലാസിക്കൽ പഠിക്കാന്ന് പറഞ്ഞു. എനിക്ക് അപ്പൊ കുഞ്ഞില് ക്ലാസിക്കലിനോടായിരുന്നു താല്പര്യം. അപ്പൊ പോയി. അപ്പൊ പിന്നെ അവിടെ ക്ലാസിക്കൽ ഇല്ല പറഞ്ഞു, ഈ ഒരു ടൈപ്പ് ഡാൻസ് പറഞ്ഞു. അങ്ങനെ ഒരു വർഷം തികച്ചില്ല, അപ്പോഴേക്കും അത് ക്ലോസ് ചെയ്തു അവര്. പിന്നെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡാൻസ് പഠിച്ചു ചോദിച്ചാൽ, നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് പഠിച്ച ഒരാൾക്ക് അറിയാം ഈ കുട്ടി ഡാൻസ് കളിച്ചിട്ടാണോ അല്ല പഠിച്ചിട്ടാണോ കളിക്കണേന്നുള്ളത് മനസ്സിലാവും. അതാണ് ഞാൻ പഠിച്ചിട്ടില്ല പറയുന്നത്. ഈ വീഡിയോസ് കണ്ടിട്ടാണ് നോക്കിയിട്ട് അതുപോലെ കളിച്ച് വീഡിയോ നോക്കിയാണ് പഠിക്കുന്നത് കൂടുതൽ. ഒരു ഡാൻസ് പഠിക്കാൻ എത്ര സമയം എടുക്കും? ഞാൻ പെട്ടെന്ന് കഴിച്ചു, ഒരു ദിവസം കൊണ്ട്. എന്ന് വെച്ചാല് ഞാൻ എൻ്റെ പണിയൊക്കെ ചെയ്യണോ, അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു റീൽ എടുക്കുക, അതൊരു 10 മറിയൊക്കെ നോക്കിയിട്ട് അന്ന് തന്നെ എടുക്കും. അങ്ങനെയാണ്. ഈ കല്യാണം എത്ര ദിവസം കൊണ്ട് പഠിച്ചേ? അന്ന് തന്നെയാണ് പഠിച്ചതും കളിച്ചത്. ഒരു ദിവസം കൊണ്ട് പഠിച്ചു, അന്നെ കളിച്ചു. കുറച്ചു നേരം പഠിച്ചു, വീഡിയോ എടുത്തു, അന്ന് തന്നെ അപ്ലോഡ് ചെയ്തു. എത്ര നേരം പഠിച്ചു? ഒരു 1 hour അതിന്റെ ഉള്ളില് പഠിച്ചു. റീടേക്ക് ഒക്കെ പോകാറുണ്ട്? ഓ, അതൊക്കെ പോകും. പാട്ട് വെച്ച് ഞാനൊരു സൈഡാക്കി അതൊക്കെ വെച്ച് നോക്കി വരുമ്പോ റീടേക്ക് ഒക്കെ പോവാറുണ്ട്. ഒരു 5-6 തവണയൊക്കെ പോയിട്ട് എനിക്കത് പെർഫെക്റ്റ് ആയിന്ന് തോന്നുമ്പോഴാണ് അപ്ലോഡ് ചെയ്യുള്ളൂ. എത്ര ടേക്കൊക്കെ വരെ പോകും? 7 ടേക്കൊക്കെ പോവും. ഞാൻ അങ്ങനെ കൗണ്ട് ചെയ്തിട്ടൊന്നുമില്ല. ശരിയല്ലാന്ന് തോന്നി അപ്പം മാറ്റും, എന്നിട്ട് പിന്നെ ആദ്യം മൂലം എടുക്കും. ഞാൻ തന്നെയല്ലേ എന്നെ പണി വീട്ടിൽ പണിയെല്ലാം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് റീൽസാ പരിപാടി. അപ്പൊ അതിനങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യും. റീൽസിന് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വയ്ക്കാം. സമയം എന്ന് വെച്ചാൽ വീട്ടിലത്തെ പണി, കുട്ടികളും സ്കൂളിൽ പോകലും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട്, വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടാണ് ഞാൻ എനിക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെക്കുന്നത്. അതിലാണ് റീൽസ് അതിലാണ് ചെയ്യാറ്. കൂടുതലും ഡാൻസ് റീൽസ് തന്നെ ഇങ്ങനെ. അതെ, അതാണ് ഇഷ്ടം. ഇപ്പൊ വേറെ പലരും പറയും കുക്കിംഗ് വീഡിയോ ചെയ്തൂടെ, ട്രാവലിംഗ് വീഡിയോ ഒക്കെ പറയും. പക്ഷെ എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നത് ഡാൻസ് കളിക്കുക എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ മാറ്റി ചിന്തിച്ച് പോയാലും അവസാനം കൊണ്ടെത്തുന്നത് ഡാൻസിലായിരിക്കും. ഡാൻസ് ആണ് എന്റെ പാഷൻ. അതെ. ഇനി പാഷൻ ഒരു പ്രൊഫഷൻ ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൊഫഷനൊക്കെ ആക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യം മുതൽ പഠിക്കണം, അതിന്റെ ബേസിക് മുതൽ നമ്മൾ പഠിച്ചു പോകണം. അതിന് കുറെ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ചിലപ്പോ എന്റെ മക്കളിനെ പഠിപ്പിക്കാനായിട്ട് സാധിച്ചാൽ അവരെ പഠിപ്പിക്കും. അങ്ങനെ പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കേ പറ്റിയില്ല. ഇനി എൻ്റെ മക്കളിനെ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ അവനെ പഠിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അവൻ്റെയും കൂടെ താല്പര്യം അറിയണ്ടേ. അവർക്ക് ഡാൻസ് ഓക്കെ എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കും ഞങ്ങള്. ചേച്ചിക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം കുറവൊന്നുമില്ല, ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ സാമ്പത്തികമായിട്ട് അങ്ങനെ ഒരു ഡാൻസ് ക്ലാസ്സിലേക്ക് പോവുക എന്നുള്ളത് ചിലപ്പോൾ നടന്നൊന്നും വരില്ല. അതാണ് ഞാൻ പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി, റീൽസൊക്കെ നോക്കി പഠിച്ച് ഇങ്ങനെ പോയാൽ മതി എന്ന് തന്നെ ഉള്ളൂ. കുഞ്ഞിലേ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം കഴിയും മുന്നേ വരെ എൻ്റെ അച്ഛനമ്മയും നല്ല സപ്പോർട്ടാണ്. അച്ഛനമ്മ എനിക്ക് എന്താണ് താല്പര്യം അതിലേക്ക് അവർക്ക് പറ്റുന്ന പോലെയൊക്കെ അവർ വിട്ടയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആ ഒരു സ്ഥാപനം ഞങ്ങൾ കുറച്ച് നാൾ പോയത്. അത് കഴിഞ്ഞ് അവരത് അടച്ചു, വേണ്ടാന്ന് വെച്ചാൽ അവരത് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയപ്പോഴും എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ല. പിന്നെ 10th +2 ഡിഗ്രി പറഞ്ഞ പോലെ അങ്ങനെ പോയി. ഡാൻസിലേക്ക് പിന്നെ ടച്ചേ വിട്ടു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളായിട്ട് ഇരുന്നപ്പോഴാണ് ഭയങ്കര ഒരു അറിയാലോ, പിള്ളേരെ കൊണ്ടുള്ളൊരു കാര്യങ്ങൾ അറിയാലോ. അപ്പോൾ എങ്ങനെയൊന്ന് നമുക്ക് നമ്മുടേതായൊരു ടൈം കണ്ടെത്തി എങ്ങനെയാണെന്ന് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കുക എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് റീൽസിൻ്റെ പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. പണി കഴിഞ്ഞാലും കുട്ടികളുടെ കാര്യം നോക്കിയാലും നമുക്ക് വേണ്ടി ഒരു സമയം ഒന്ന് മാറ്റി വയ്ക്കുമ്പോൾ ഭയങ്കര ഹാപ്പി. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രഷറും ദേഷ്യവും കാര്യങ്ങളും എല്ലാം മാറിക്കിട്ടും, കൂളാവും. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതെ, നമ്മൾ എങ്ങനെ എത്രയൊക്കെ തിരക്കിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് ഇഷ്ടമുള്ള കാര്യം ഇത്തിരി ചെയ്യാനായിട്ട് നമ്മളൊരു ടൈം നമുക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അത് ലൈഫിൽ വലിയൊരു ആശ്വാസമായിരിക്കും. ഈ ഡാൻസിലേക്ക് എങ്ങനെ എത്തിയേ? അത് ഇന്ന റീസൺ ഒന്നും ഇല്ലടാ. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പാട്ട് വെച്ച കളിക്കണം എന്നുള്ള മൈൻഡാ വരിക. അപ്പൊ തുള്ളണം. അതങ്ങനെയാണ്. അത് എങ്ങനെയാണെന്ന് അറിയില്ല. കുഞ്ഞുനാൾ പോലെ ഞാൻ കളിക്കും. എവിടെ പരിപാടി ഉണ്ടെങ്കിലും ഡാൻസിന് പറഞ്ഞാൽ ഞാൻ പോകും. കോളേജിലൊക്കെ എല്ലാവർക്കും ഭയങ്കര, ഞാൻ +1 +2 ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. അവർക്ക് അങ്ങനെ എനിക്ക് പ്ലാറ്റ്ഫോം +1 +2 കിട്ടിയില്ല. കോളേജിൽ പോയപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കോളേജിലെല്ലാം കമന്റ്സിലൊക്കെ കണ്ടിട്ടുണ്ട്, പണ്ട് കോളേജ് പഠിച്ച മുതലാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പഠിക്കാനൊന്നും പറ്റിയില്ല, എനിക്ക് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ചെയ്തത് അവർക്ക് കോളേജിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ടീച്ചേഴ്സിനും സ്കൂളിലൊന്നും ഞാൻ ഇത്ര നന്നായി കളിക്കുന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. അവിടെ ആനുവൽ പരിപാടി വർഷത്തിലൊരിക്കൽ പ്രോഗ്രാം വരുമല്ലോ, അതിന് ഞാൻ ജോയിൻ ചെയ്യും. അല്ലാണ്ട് ഇങ്ങനെ കളിക്കുന്ന ഒരാളാണെന്നും അറിയില്ല. കോളേജിൽ മാത്രമേ അറിയുള്ളായിരുന്നു. കോളേജിലും സ്കൂളിലൊക്കെ ഇതുപോലെ കളിക്കും. അതെ. മത്സരങ്ങൾക്കൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ മത്സരങ്ങൾക്കായിട്ടൊന്നും പങ്കെടുക്കാൻ. അപ്പൊ ഇപ്പോഴത്തെ പോലെ അല്ലല്ലോ. അന്ന് ഫോണോ കാര്യങ്ങളോ നമുക്ക് എവിടെയാണ് പരിപാടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എല്ലാ വർഷവും സ്കൂളിൽ പരിപാടി ആനുവൽ ഡേ വരുമ്പോൾ അന്നത്തെ പ്രോഗ്രാമിന് ജോയിൻ ചെയ്യും. അങ്ങനെ തന്നെ. പിന്നെ ഓണത്തിനോ അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരിപാടി വരുമ്പോൾ അതിലും ചെയ്യും.
കല്യാണ ശേഷം ഇപ്പൊ 3 വർഷത്തിന് ശേഷമാണ് ഇപ്പോഴാണ് പിന്നെ ഒന്ന് കളിക്കാൻ തുടങ്ങിയത്. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണോ? ആളാണ് സപ്പോർട്ട്, വേറെ ആരുമല്ല. ആദ്യമായിട്ട് വീഡിയോ ചെയ്തപ്പോഴേ ചേട്ടന്റെ റിയാക്ഷൻ എന്തായിരുന്നു? ആള് ചിരിച്ചു, നീ കുഴപ്പമില്ലല്ലോ. അല്ല, ചേട്ടനെ അറിയാറുന്നോ ചേച്ചി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നൊക്കെ? ഞാൻ പാട്ട് വെച്ചാൽ നമ്മള് കളിക്കുമല്ലോ. അപ്പൊ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുക അങ്ങനെയൊന്നും താല്പര്യമുള്ള ഒരു ഫാമിലി ഒന്നും അല്ലായിരുന്നു. എന്ന് വെച്ചാൽ ആരും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരും ഇല്ല. പക്ഷെ ഞാൻ പതിയെ എൻ്റെ ഇഷ്ടം ഇതാണെന്ന് ആൾക്ക് മനസ്സിലായി തുടങ്ങിയപ്പോൾ എൻ്റെ കൂടെ അങ്ങനെ ഓക്കെ കുഴപ്പമില്ല നീ ചെയ്തോ. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ ആളായി ഫുള്ള് സപ്പോർട്ട്. ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു, വേണോ കളിക്കണോ ഓക്കെ ആവോന്നൊക്കെ. പിന്നെ ഞാനിതൊന്നും മാറുന്നില്ല, എനിക്ക് അങ്ങനെ ഇത് നിങ്ങൾ വിട്ടു മാറ്റി ഇതിന്റെ ലൈഫിൽ നിന്ന് മാറ്റുക എന്നുള്ളൊരു മൈൻഡ് പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. എങ്ങനെ പോയാലും അവസാനം കൊണ്ടെത്തുന്നത് ഡാൻസിലായിരിക്കും. അത്ര ഇഷ്ടമാണ് എനിക്ക് ഡാൻസ്. ചേട്ടനാണ് അപ്പം സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചേട്ടൻ എങ്ങനെയാ ഡാൻസ് കളിക്കാനൊക്കെ വരുമോ? വിളിച്ചാ ആൾക്ക് നല്ല മടിയാ, ആള് കളിക്കാനേ വേണ്ട. ക്യാമറ ഓൺ ആക്കണ ഒരാള് ആക്റ്റീവ് ആയിരിക്കും, ക്യാമറ ഓൺ ആക്കി ഇല്ലടി ഞാനില്ല എന്ന് പറഞ്ഞ ആള് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നാണമാണ്. അല്ലാണ്ടുള്ള വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ആള് ജസ്റ്റ് മുഖമൊക്കെ കാണിക്കും, അതിനൊന്നും കുഴപ്പമില്ല. ഡാൻസ് കളിക്കുമ്പോൾ ആൾക്ക് ഇച്ചിരി ചമ്മലാണ്, കുറച്ച് പാടാണ്. ഞാൻ വിളിക്കും, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഏട്ടാ വാ നമുക്ക് ഒരുമിച്ച് കളിക്കാൻ, എന്തോരം പേരാ കളിക്കണം, നമുക്ക് കളിക്കാൻ പറഞ്ഞൊക്കെ ഞാൻ വിളിക്കും. പക്ഷെ ആള് ഇനിയിപ്പോ വൈറലായല്ലോ, അപ്പൊ എന്തായാലും വിളിച്ചാ വരുമായിരിക്കും അല്ലേ? അറിയില്ല, അതും ആൾക്ക് എപ്പോഴും ഒരു മൈൻഡ്, ഞാനില്ല അങ്ങനെ ഒരു മൈൻഡാണ്. കുട്ടികൾക്ക് അങ്ങനെ തന്നെ? കുട്ടികൾക്ക് കുഴപ്പമില്ല, അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ് ഒരു മൂഡ് അനുസരിച്ച്. എനിക്കെന്ന് പറഞ്ഞത് പ്രോപ്പറായിട്ട് അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഞാൻ വിളിക്കും, അപ്പൊ വരാൻ അവർ ഓക്കെ എന്നുണ്ടെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ തനിയെ കളിക്കും. ഇപ്പൊ ഉണ്ണി വരുന്നത് ഈ ഇടയെ പോലെ ഞാൻ വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല ആള് വരിക മിക്കവാറും. അങ്ങനെ ചെയ്യല് കുറവാണ്. ഈ വൈറലായതൊക്കെ അവളെ ഇടയിൽ കൂടെ വന്നിട്ട് കളിക്കുന്നതാ. ഞാൻ കളിക്കുന്ന കാണുമ്പോ അമ്മ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് കളിക്കുന്നതാണ് ആള്. രണ്ടുപേരിലും കൂടുതൽ ഇൻട്രസ്റ്റ് ആർക്കാ വരാൻ? രണ്ടുപേർക്കും താല്പര്യം ഉണ്ട്. എനിക്ക് ഒരാളെന്നല്ല, അവൾക്ക് രണ്ടുപേർക്കും ഓക്കെ ആണ്. താല്പര്യമുള്ള കൂട്ടത്തില് രണ്ടുപേർക്കും കളിക്കാൻ. കുട്ടികൾക്ക് ഇപ്പൊ സ്കൂളിലൊക്കെ പോയി കഴിയുമ്പോ അവർക്ക് നല്ല സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ ടീച്ചേഴ്സ് ആയാലും ഹെഡ് മിസ്സസ് ആയാലും മാഷായാലും എല്ലാവരും നീലുവിന്റെ അടുത്താണ് പറയാ അമ്മേന്റെ വീഡിയോസ് കാണാറുണ്ട്, അടിപൊളിയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് പോയപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൺഗ്രാറ്റ്സ്. സ്കൂളിൽ പോയിട്ട് വന്നത് എൻ്റെ അടുത്ത് അതാ പറഞ്ഞു, അമ്മ ഇന്ന് എൻ്റെ അടുത്ത് കുറേ ചേച്ചിമാരും ടീച്ചേഴ്സൊക്കെ അവൻ്റെ വീഡിയോ കണ്ടു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കൺഗ്രാറ്റ്സ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അവർക്കൊക്കെ ഭയങ്കര നല്ല സന്തോഷമായി. ഇപ്പൊ ഏട്ടനായാലും ഫ്രണ്ട്സും മുൻപത്തെ ആൾക്കാരൊക്കെ വിളിച്ചിട്ട് അങ്ങനെ വൈഫിനെ കണ്ടല്ലോ അടിപൊളിയായിട്ടുണ്ട് പറഞ്ഞ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്തിട്ട് സംസാരിച്ചു. ഏട്ടന് ഒരുപാട് സന്തോഷം. ഇപ്പൊ ചേച്ചീന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കല്യാണിക്ക് മുമ്പും ശേഷം നല്ല മാറ്റമില്ലേ? ആ ഒരു മാറ്റം എങ്ങനെയുണ്ട്? പറയാ, ഞാനിപ്പൊ കരയുന്നു. പറ, കുഴപ്പമില്ല പറഞ്ഞോ, കരയില്ല. കരയില്ലേ? അത് വലിയൊരു സന്തോഷത്തിന്റെ മാറ്റല്ലേ? ഞാൻ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ? കരയണ്ട. സോറിട്ടാ. കുഴപ്പമില്ല. 3-4 വർഷമായിട്ട് ഞാൻ ഇത് ചെയ്യുന്നു. എനിക്കിത് ചെയ്തിട്ട് എന്താ കിട്ടണേ എന്ന് ചോദിക്കുന്നവരുണ്ട്. എനിക്ക് വേറെ പണിക്ക് പോക്കൂടെ എന്ന് പറയുന്നവരുണ്ട്. ഒരുപാട് ഇൻസൾട്ട് ഫേസ് ചെയ്തിട്ടുണ്ട്, ഫാമിലിയിൽ നിന്നായാലും അല്ലാതെ ആയാലും. അപ്പോൾ ഇത്രയും വലിയൊരു ചേഞ്ച് ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. പക്ഷെ കുറേ പേര് ഇങ്ങനെ നമ്മൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക, അതിൻ്റെ സന്തോഷം നമ്മളായിട്ട് ഷെയർ ചെയ്യുക, ഇത്രയും പേര് നമ്മളെ തിരിച്ചറിയുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം. എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ ഈ വീട് വിട്ട് പുറത്തേക്ക് പോവുക ഒരു കാര്യം വേറെ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ ഈ ഒരു ചെറിയൊരു റീല് കണ്ടിട്ട് ഇത്രയും പേര് സ്നേഹത്തോടെ ഒരുപാട് പോസിറ്റീവ് കമന്റ്സ് ഒക്കെ തന്നപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്താ വെച്ചാല് 3-4 വർഷമായി ഞാൻ അത് ചെയ്യണു. അപ്പൊ ഇപ്പോൾ ഇത്രയധികം സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അത്രയും നെഗറ്റീവ് കേട്ടേന് ഇപ്പോൾ എനിക്കതൊരു ഭയങ്കര പറയാ ലൈഫിലാണ് ഞാൻ എനിക്കെന്തോ നേടിയ പോലെയാ. ഒരുപാട് സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ ഏട്ടനില്ലെങ്കിൽ ഒരു പക്ഷേ ഇത്രയ്ക്കും എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് ആളെൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്.
അല്ലെങ്കിൽ ഇതൊക്കെ ഇവിടെയൊന്നും എന്നെ ഇങ്ങനെയൊന്നും ആരും അറിയൂല, ഇത്രയധികം സപ്പോർട്ട് എനിക്ക് കിട്ടില്ല. ഒരാളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലടക്കം നിൽക്കണം. എൻ്റെ വീട്ടിലിങ്ങനെ ക്യാമറയൊക്കെ വന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂവിന് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്ക് തന്നെയാണോ, എന്നെ തന്നെയാണോ എന്നാ ഞാൻ ആലോചിക്കണം. അത്രയും സന്തോഷമുണ്ട്. പലരും വിചാരിക്കും ഈ ഡാൻസ് കണ്ടിട്ടാണോ, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എനിക്ക് ഇതാണ് ഒരു അച്ചീവ്മെന്റ് എന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷെ റീൽസിന് 2 അങ്ങനെയും പറയാം. പക്ഷെ എനിക്ക് അതല്ല, എനിക്ക് രണ്ടുപേര് നമ്മളെ പോസിറ്റീവായിട്ട് കണ്ട് സംസാരിക്കുന്നില്ലേ നമുക്ക് വേണ്ടിയിട്ട്, അതെനിക്കൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇപ്പൊ എന്താണ്, ഒരുപാട് റീച്ച് ആയപ്പോ ഇതുവരെ കണ്ട് സംസാരിക്കാത്ത ആൾക്കാര്, അന്വേഷിക്കാത്ത ആൾക്കാര് ഇപ്പൊ വന്നിട്ട് എന്തോരം പൈസ കിട്ടുന്നുണ്ട് എന്ന് ചോദിക്കുന്നവരുണ്ട്. അവരോടൊന്നും എന്താ മറുപടി പറയണ്ടേന്ന് എനിക്കറിയില്ല. അവരടുത്തൊക്കെ എന്ത് എന്താ പറയാ, അതാണ്. അവരോടൊന്നും ഇത്രയും നാള് നമ്മളെ ഒരു അതെ, ഇത്രയും നാളും പുച്ഛിച്ച് ഇതാണോ പണി, എനിക്ക് വേറെ പണിയൊന്നുമില്ല, രാവിലെ എണിച്ച് ചാടുന്നു, എനിക്ക് വേറെ ഒറ്റ പണിയില്ല വീട്ടിൽ, രാവിലെ എണിച്ച് ഈ തുള്ളൽ മാത്രമാണ് പണി എന്ന് പറയുന്നവരൊക്കെ ആയിരുന്നു. ഇത് വന്നിട്ട് ഇപ്പൊ റീച്ച് ആവും, ഇത്രയൊക്കെ റീച്ചായ അവർക്ക് മെയിൻ ആയിട്ട് അറിയേണ്ടത് എന്തോരം എന്തോരം പൈസ കിട്ടുന്നുണ്ട്, കുറഞ്ഞത് എത്ര കിട്ടും, നമ്മളില്ല നമുക്കൊന്നും കിട്ടില്ല എന്ന് പറഞ്ഞാല് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് അങ്ങനെ കിട്ടില്ലല്ലോ. നമുക്ക് കൊളാബ് പ്രമിത വല്ലപ്പോഴും കൂടുമ്പോൾ അത് കിട്ടുന്നതേ നമുക്കുള്ളൂ. പക്ഷെ അവർ ഇത്രയും അങ്ങോട്ട് റീച്ച് ആകാൻ പോകുന്നു, എനിക്ക് എന്തോരം അതാ ഞാൻ എന്നിട്ട് ആലോചിക്കും, ദൈവമേ ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നേ എന്ന് ചിന്തിക്കുകയാണ് ഞാൻ. നമ്മുടെ പെരുമാറ്റത്തില് മാറ്റങ്ങൾ. അതെ 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 അതെ, അങ്ങനെയും പറയുന്ന ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നതെന്നായിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ അവരെനിക്ക് ഒരുപാട് പൈസ കയറുന്നുണ്ട് പറ. ഞാനപ്പോ എന്താ പറയാ, എന്റെ ലൈക്കിനായിരിക്കും എനിക്ക് പൈസ കയറുന്നത്, ഷെയറിനായിരിക്കും പൈസ കയറുന്നത്, അങ്ങനെയൊക്കെ ഇത് നേരിട്ട് ഇപ്പൊക്കെ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളാ. എന്റെ അടുത്ത് ചോദിക്കുന്നത് എന്തോരം പൈസയാണ് നിങ്ങൾക്ക് ഇന്ന ആൾക്കാരാണ് ഞാൻ പറയുന്നില്ല. ഇഷ്ടപോലെ അത് ഇനിയിപ്പോ അത് കാണുകയെന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്താന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ഞാൻ ഉദ്ദേശിച്ചത്. അതെ, ഇപ്പൊ എനിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇതിൽ നിന്നൊക്കെ പൈസ കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. 3-4 വർഷമായി. ചേച്ചിക്ക് യൂട്യൂബ് ഉണ്ടോ? യൂട്യൂബ് ഉണ്ട്, നീലു വാമി ബൈ അഞ്ജു എന്നാണ് യൂട്യൂബ് ചാനലിന്റെ പേര്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും നീലു വാമി എന്നാണ്. അപ്പൊ എന്റെ പേര് അഞ്ജു എന്നായതുകൊണ്ടാണ് യൂട്യൂബിൽ ഞാൻ ബൈ അഞ്ജു എന്ന് ആഡ് ചെയ്തത്. അപ്പൊ ഇതൊന്നും മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ 3-4 വർഷമായി, കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുകയും ചെയ്യുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാൻ പൈസ കിട്ടും ഏൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയ ഇതൊന്നും അല്ല യൂട്യൂബ് ആയാലും ഇതൊന്നും. ഞാൻ പറയാം, എൻ്റെ ഒരു ടൈം പാസിന് മക്കളൊക്കെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ ഒരു ടൈമിന്റെ സന്തോഷത്തിന് വേണ്ടി തുടങ്ങിയൊരു പേജുകളാണ്. പക്ഷെ അതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് നമുക്ക് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ അറിഞ്ഞത് ഞാൻ പിന്നെ ഇപ്പൊ കുറച്ചായിട്ടാണ്. അപ്പൊ എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഇങ്ങനെ ലൈക്കും കമന്റും ഇത്ര വ്യൂസ് ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂലേ. പിന്നെയാണ് ഞാൻ അതിലേക്ക് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കി തുടങ്ങുന്നത് ഇപ്പൊ കുറച്ചായിട്ടുള്ളൂ. അപ്പൊ ഇതൊന്നും മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അപ്പൊ അവര് വിചാരിക്കുന്നത് എന്താണ്, പൈസ ഒരുപാട് കോടികൾ സമ്പാദിക്കുന്നു, ഒരുപാട് പൈസ കിട്ടുന്നുണ്ട്. അവർക്ക് ഇപ്പൊ അതാണ് കൂടുതൽ. ആദ്യം നെഗറ്റീവ് പറഞ്ഞവർക്ക് ഇപ്പൊ അതറിയണ്ടേ, അതാണ് ടെൻഷൻ. സമ്പാദിക്കുന്നുണ്ട് ചോദിക്കും, നമ്മൾ നേരിട്ട് ചോദിക്കുകയാണ്. അവര് നേരിട്ട് കാണുമ്പോൾ ചോദിക്കുന്നത്. വീട്ടിൽ കാര്യം നോക്കാൻ സമയമില്ലാത്തവർക്കാണ് ഇതൊക്കെ വന്നാലും. അതെ അതെ അതെ, ഇന്നലെ വരെ ഇങ്ങനെ നടന്നവൾ ഇപ്പൊ വൈറലായി, ഒരുപാട് സമ്പാദിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ എന്താണ് ജെന്യുവൻ ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്കിപ്പോ എല്ലാവരോടും പറഞ്ഞു നടക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവർ അങ്ങനെ ചിന്തിച്ചോട്ടെ. അതിപ്പോ നമ്മള് ഇന്നല്ലെങ്കിൽ നാളെ, ഇപ്പൊ ഈ ഒരു സമയം 4 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഉണ്ടായത്. നാളെ ഒരു ദിവസം എന്തെങ്കിലും ഒരു ഏർണിങ്സ് എനിക്കിതിൽ ഉണ്ടാക്കാൻ പറ്റും, ഭാഗ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒരു ലക്കാണ്. ഇത് ഞാനൊരു ഭാഗ്യമായിട്ടാണ് വിചാരിക്കുന്നത്. ചേച്ചിയുടെ ചാനലിൽ എന്തായാലും മോണിറ്റൈസ്ഡ് ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ആവട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് പറയാലോ, എനിക്ക് ഇത്ര രൂപ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ പറയോ, ഞാൻ അപ്പൊ പറയും എന്റെ മോണിറ്റൈസേഷൻ ആയി, എന്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയി. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഞാൻ സമ്പാദിക്കാൻ തുടങ്ങി പറ്റട്ടെ. ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്ക് ചേച്ചി ഇപ്പം അറിയാം, നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് ഇവിടം വരെ എത്തിയത് അല്ലേ. അപ്പൊ ഇതുപോലെ തന്നെ ഇപ്പം എനിക്ക് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം, പക്ഷെ ഇതുപോലെ നെഗറ്റീവ് കമന്റ് പേടിച്ചിട്ട്, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് നല്ലൊരു ഡ്രസ് ഇല്ല ഇട്ട് കളിക്കാൻ, അങ്ങനെ ഒത്തിരി പേര് ചിന്തിച്ചിട്ട് വേണ്ടാന്ന് വെക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, നമുക്കൊരു ഡ്രസ് ഇല്ല അല്ലെങ്കിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റി വെക്കുന്ന നമ്മുടെ സമയമില്ലേ, നമ്മുടെ സന്തോഷമാണ് നമ്മൾ കളയുന്നത്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു പറയുന്നവിടെയാണ്
നമ്മൾ നെഗറ്റീവ് അടിക്കുന്നത്. അവർ പലരും ചിന്തിക്കും. ഇപ്പം ഞാൻ ചിന്തിക്കണ പോലെ ആയിരിക്കില്ല താൻ ചിന്തിക്കുക. അപ്പോൾ ഞാൻ ചിന്തിച്ചെന്താ വെച്ചാൽ എൻ്റെ സന്തോഷം മാത്രം ഞാൻ ചിന്തിച്ചു. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ. അപ്പം നമ്മൾ ആ സന്തോഷം നമുക്ക് എന്താണോ നമുക്ക് കിട്ടുന്നത് നമുക്ക് മറ്റൊരാളെയും ബോധിപ്പിക്കണ്ട. അവർ നമുക്ക് ഒന്നും കൊണ്ടു തരില്ല. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ നിൽക്കണം, എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നിട്ടാണോ? ഒരാളൊന്നും കൊണ്ടുവന്ന് തന്നിട്ടില്ല. അപ്പോഴും എനിക്ക് നേടാൻ പറ്റിയില്ല. ഇത്രയും ഫോളോവേഴ്സിന് എനിക്ക് നേടാൻ പറ്റും. അതെൻ്റെ നേട്ടമായിട്ടാണ്. പല ഫോളോവേഴ്സാണ്, കുറച്ച് പേര് ഉള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് അത് എനിക്കൊരു നേട്ടം തന്നെയാണ്. അപ്പം നമുക്ക് കിട്ടുന്ന സമയം നമുക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനാണ്. ഡ്രസ്സിലോ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടോ അല്ലേ, നമുക്കൊരു ഡ്രസ്സിലോ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിലോ ഒന്നും ഇരിക്കുന്നത്. നമുക്ക് എന്താണോ പറ്റുക അതിലുള്ള സന്തോഷം കണ്ടെത്തിയാൽ അത് മതി. അത്രേ ഉള്ളൂ. കാരണം മറ്റുള്ളവരുടെ സന്തോഷവും മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ നോക്കിയാൽ നമുക്ക് ലൈഫ് ലോങ് അവനെ തൃപ്തിപ്പെടുത്താനേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നമ്മുടെ സന്തോഷം പോയി നമ്മുടെ ലൈഫും പോയി. അപ്പം അതിനെക്കാട്ടി ബെറ്റർ അല്ലേ നമ്മൾ നമ്മുടെ സന്തോഷം കണ്ടെത്തിയിട്ട് പോകുന്നത്. അത്രേ ഉള്ളൂ. അവരുടെ അടുത്ത് ഇപ്പോൾ കൊടുക്കാനൊരു മോട്ടിവേഷൻ കൂടി പറയാം. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ വീഡിയോസ് തന്നെയാണ് എനിക്കൊരു മോട്ടിവേഷൻ എന്ന് പറയാനായിട്ടുള്ളത്. ഇത്രയും പേരിലേക്ക് നമുക്ക് ഒന്നും ചെയ്തിട്ടില്ല ഞാൻ. എനിക്ക് എന്താണുള്ളത് അത് വെച്ചിട്ട് നമ്മൾ ചെയ്തു പോകുക. വേറെ ഒന്നും ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഡാൻസ് കളിക്കാന്ന് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതന്നെയാണ് എൻ്റെ വീഡിയോ തന്നെയാണ് എനിക്ക് കൊടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ. അതെ. അപ്പം ഇനി ഒരു സ്റ്റേജ് ഷോ ചെയ്യണം എന്നോ അതോ സിനിമയിൽ ഡാൻസ് കളിക്കണം എന്നോ ഇനി അടുത്തൊരു ലക്ഷ്യം എന്താ ജീവിതത്തിലെ? ലക്ഷ്യം എന്താ ചോദിച്ചാൽ എനിക്ക് സിനിമ അതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഒരു വലിയ ഇത്രയും കച്ച് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു ആഗ്രഹം ഉണ്ടാവും, ഒരു ലക്ഷ്യം ഉണ്ടാവും. സ്റ്റേജിൽ ഡാൻസ് കളിക്കുക എന്നുള്ളത് തന്നെയാണ് സ്റ്റേജിൽ ഡാൻസ് കളിച്ചിട്ടില്ല. സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അങ്ങ് അത്ര കോളേജ്, ഞാൻ പറഞ്ഞല്ലോ കോളേജ് സ്കൂള് അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഓണപരിപാടി വരുമ്പോ അങ്ങനെയൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളൂ. വലിയൊരു ഓഡിയൻസിന്റെ മുന്നിലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു ആഗ്രഹമാണ്. ഡാൻസ് ആണ് ആഗ്രഹം. അതെങ്ങനെയായാലും ഈ ഒരു ഇങ്ങനെ പോയാൽ വേണ്ടില്ലാന്നുണ്ട്. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചാൽ ചേച്ചിക്ക് എന്തായാലും നല്ലൊരു സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലെറ്റ്സ് ടോക്ക് മലയാളം ആഗ്രഹിക്കുന്നു. എന്തായാലും ചേച്ചിയുടെ ഡ്രീംസ് ഒക്കെ നടക്കട്ടെ. പുതിയ ഇനിയും വീഡിയോ ഒക്കെ ചെയ്യണം. തീർച്ചയായും. നമ്മുടെ ചാനലൊക്കെ നമുക്ക് മോണിറ്റൈസ്ഡ് ആക്കണ്ടേ? അപ്പം കൂടുതൽ വീഡിയോ ചെയ്യാ. എപ്പോഴും ഈ ചേച്ചീന്ന് ഞാൻ വന്നപ്പോ തൊട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം ഭയങ്കര പോസിറ്റീവാ. ആ ചിരി ഉണ്ടല്ലോ, ഇങ്ങനെ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുക എപ്പോഴും. അതല്ല ഇപ്പം ചേച്ചി ഡാൻസ് കളിക്കുമ്പോൾ എപ്പോഴും എന്ത് ഫ്ലെക്സിബിൾ ആയിട്ടാണ് കളിക്കണം. ഇപ്പൊ ചേച്ചി നല്ല ഫ്ലെക്സിബിൾ ആണ്, നല്ല മൂവ്മെന്റ്സ് ആണ്, എല്ലാം അടിപൊളിയാ. അപ്പൊ ഇങ്ങനെ ഡാൻസ് പഠിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ശരിക്കും അണ്ടറായി. കാരണം ഡാൻസ് അറിയുന്നവരെ പോലെ തന്നെയാണ് കളിക്കുന്നത്. താങ്ക് യു. അപ്പൊ ഇനി ഡാൻസ് ഇങ്ങനെ പഠിപ്പിക്കാനായിട്ടുള്ള ഉദ്ദേശം വല്ലതും ഉണ്ടോ? ഡാൻസ് പഠിപ്പിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ആദ്യം പഠിക്കണം. ഞാൻ ഇപ്പോൾ കളിക്കണ പോലെ ഒന്നല്ല, എൻ്റെ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളൊരു പാട്ടായാലും ഇല്ലേ, ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്. നമ്മളത് പ്രൊഫഷനായിട്ട് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പോയി പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടെങ്കിൽ ഒരു 10 കുട്ടികളെ വിളിച്ചിട്ട് നമുക്ക് പഠിപ്പിക്കായിരുന്നു. എനിക്കതില്ല. ഞാൻ നോക്കിയിട്ട്, ഞാൻ പറഞ്ഞു, ഞാൻ റീൽസ് കാണും, അതിൽ നോക്കിയിട്ട് എങ്ങനെയാണോ എന്നുള്ളത് അത് കണ്ട് പഠിക്കുക ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുക എന്നുള്ളതൊന്നും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നീ ഇപ്പൊ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടോ? അതായത് ഡാൻസിന്റെ തന്നെ ഇപ്പം അമ്പലങ്ങളിലൊക്കെ ആണെങ്കിലും പരിപാടീസിലൊക്കെ ഇപ്പൊ ഡാൻസ് കളിക്കാറുണ്ടല്ലോ, അങ്ങനെ വല്ലതൊക്കെ നോക്കുന്നു? ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു ചെറിയൊരു ട്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്ത് വന്ന് തുടങ്ങിയിട്ടില്ല, ഒന്നും സ്റ്റേബിൾ ആയിട്ടില്ല. കുറച്ച് മെമ്പേഴ്സേ ഉള്ളൂ. ഉള്ളവര് കളിച്ച് ഒന്നും സെറ്റ് ആവണ്ടേ. അപ്പോൾ അതൊന്നും സെറ്റ് ആവാത്തതുകൊണ്ടാണ് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാത്തത്. അത് നമ്മൾ വെറുതെ കുറെ കുട്ടികളുണ്ട്, ഒരു 10 പാട്ട്, അങ്ങനെയല്ല. നമ്മൾ 10 പാട്ടായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് പെർഫെക്റ്റ്, അതെ, വൃത്തിക്ക് വേണം. സ്റ്റെപ്പ് തെറ്റിയാലും കൂടി കുഴപ്പമില്ല. അത് വൃത്തിക്ക് നമുക്ക് കവറപ്പ് ചെയ്ത് നല്ലൊരു രീതിയിൽ എടുത്താൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ചെറിയൊരു പേജ് താളന്നാണ്, ചെറിയൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്, ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒന്നും ആയിട്ടില്ല. അപ്പം അതും എന്തായാലും നല്ല രീതിയിൽ നടക്കട്ടെ. ഇപ്പം നമുക്കറിയാം, ഇപ്പം ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ച് ഒരുപാട് പ്രതിസന്ധികൾ ഇതുപോലെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷെ നമ്മളൊരു കാര്യം അത്രയധികം ആഗ്രഹിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനു വേണ്ടി നമ്മൾ എഫേർട്ട് ഇട്ടാൽ എന്തായാലും നന്നായിട്ട് നടക്കുക. അതാണ് നമ്മുടെ ഇപ്പം അഞ്ജു ചേച്ചിയുടെ ജീവിതം ഇപ്പം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പം എന്തായാലും ചേച്ചി ആഗ്രഹിച്ച പോലെ നല്ലൊരു സ്റ്റേജിൽ ഡാൻസ് കളിക്കാൻ പറ്റട്ടെ, ഡാൻസ് കൂടുതൽ നന്നായി കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചതിന് നന്ദി. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ.